എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ പോകുന്നത് കായംകുളത്തേക്കാണ് നമ്മുടെ യാത്ര. അപ്പം അവിടെ ഒരു എക്സർവീസ്മാൻമാരുടെ ഒരു ഫാമിലി മീറ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം, യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേളയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഫാമിലി മീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവർക്ക് അവരുടെ പഴയകാല അനുഭവങ്ങളും മറ്റും ഒക്കെ പറയാനായിട്ടുള്ള ഒരു വേദിയും കൂടെയാണിത്. അപ്പം പണ്ട് കാലത്ത് അവരുടെ ആ നല്ല പ്രായം മുഴുവൻ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ആയ ആൾക്കാരാണ്. എൻ്റെ അച്ഛനടക്കം എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാകുന്നുണ്ട്. അപ്പം അവിടുത്തെ കുറച്ച് അനുഭവങ്ങളും മറ്റും എല്ലാവരുമായിട്ട് പങ്കുവെക്കാനും ഫാമിലി ആയിട്ടെല്ലാം ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അവർക്കിത്. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ട്രെയിനായിരുന്നു പോകുന്നത്. പിറവം റോഡിൽ നിന്ന് നേരെ കായംകുളത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ ആണ് നമ്മുടെ കൺവെൻഷൻ സെന്ററിലേക്കുള്ളത്. അപ്പം നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ കാണാം. അപ്പോൾ നമ്മൾ 11 മണിക്ക് എത്താനാണല്ലോ വിചാരിച്ചത്. നമ്മുടെ ട്രെയിൻ വന്നു. Take the next right. നമ്മളങ്ങനെ കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്ന കൺവെൻഷൻ സെന്റർ ഇവിടെ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. കൺവെൻഷൻ സെന്ററിലോട്ട് നോക്കിക്കോ, അവിടെ നമ്മുടെ എക്സർവീസ്മാൻമാരെല്ലാവരും നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് അകത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എന്തൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഫാമിലി മീറ്റ് നടക്കുന്നത്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ട് സ്റ്റേജിലിരിക്കുക. പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല, 10 മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞത്. ഇപ്പം ആളുകളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. നമ്മുടെ ഫാമിലി ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമുക്കിനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിലെ കാഴ്ചകളിലേക്ക് നോക്കാം. എട്ടാമത്തെ എന്ന് പറഞ്ഞാൽ 12ാമത്തേതാണ്. 2014 നമ്മൾ ഈ സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ പക്ഷെ അത് 4 വർഷങ്ങള് കോവിഡ് അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ 4 വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 8ാമത്തെ നമ്മുടെ വാർഷിക ഗെറ്റ് ടുഗദറാണ്. അപ്പം ഇതിന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സീനിയർ മെമ്പറായ സദാനന്ദൻ സാബിനെ ക്ഷണിച്ചു.
പിരിയുന്നില്ല, അങ്ങനെ പിരിയുന്നവരല്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ട് ഇന്നോളം നമ്മൾ ഒരു ദേശത്തെയും ആക്രമിക്കാനോ അവരുടെ സ്വൈരവികാരത്തിൽ തലയിടാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ലോകത്തിലെ ഏവർക്കും സുഖം കാക്ഷിക്കുന്നവരാണ് ഭാരതീയർ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതി ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കാശ്മീർ പഹൽഗാമിലെ 26 വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച തീവ്രവാദികൾക്കെതിരെ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വരികയാണ്. ഹോമിതം തവ ജീവിതം നിത്യമോചിതം നരജീവിതം ശാന്തിതൻ മൃദുകാന്തി ചിന്തിടും ഈശ്വര ജഗദീശ്വര സ്നേഹസാരമേ ത്യാഗസൂനമി ഈശ്വരാ വന്ദനം വന്ദനം. അടുത്തതായി അനുശോചനം അറിയിക്കുന്നതിനായി ചാക്കോ ഡാനിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാവർക്കും AT മീഡിയം റെജിമെന്റിന്റെ നാമത്തിലുള്ള ഈ സംഗമത്തിന്റെ പേരിലും അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗതം പറയുന്നതിനായി ഉഷാസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എക്സ് സർവീസ് മാൻ AT ഫീൽഡ് റെജിമെന്റ് കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുബൈദാർ മേജർ സവാനന്ദ സാഹിബിനെയും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഏറ്റവും സീനിയറായിട്ടുള്ള, പ്രത്യേകിച്ചും കായംകുളം പ്രദേശത്തായിട്ടുള്ള എൻ്റെ കൂടി നമ്പർ 1 ആയിട്ടുള്ള സദാശിവൻ സാവ്, പിന്നെ സ്പെഷ്യൽ ഗാർഡിലും അതേപോലെ ഗണ്ണിലും നമ്പർ 1 ആയിട്ടുള്ള രാമേന്ദ്രൻ സാറ്, നമ്മളെ ട്രഷറർ, രക്ഷാധികാരി, പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗിക്കാനോ മറ്റു കാര്യങ്ങളിലെന്തൊക്കെയും ഇവിടെ പ്രസക്തിയില്ല. കാര്യം നമ്മുടെ കുട്ടികൾക്കും മറ്റും കലാപരിപാടികളും കാര്യങ്ങളും അവതരിപ്പിക്കുന്നതിനുള്ള നല്ലൊരു വേദി സമയം അവർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു തരാം. പിന്നെ പ്രതീക്ഷയിലാണ് ഇവിടെ സംഭവിച്ചത്. മറ്റു ബന്ധത്തേക്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എത്തിച്ചേരാത്ത കാര്യം ആരോഗ്യപരമായിട്ടും വീട്ടിലെ സാഹചര്യങ്ങളും ദൂരം മാറിപ്പോകാനുള്ള ഒരു പ്രയാസം കൊണ്ട് അതിന് പരിഹാരം എന്നുള്ളതിലാണ് അത്യാവശ്യം കായംകുളത്തുണ്ട്. കായംകുളത്ത് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള മറ്റ് ആകർഷകമായിട്ടുള്ള ഒരു സംഗതിയില്ല. ഇവിടെ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇത് നടത്തിപ്പോകാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ 22,000-ഓളം രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂര് നമ്മൾ കൂടുതൽ ആളെ പ്രതീക്ഷിച്ചു, എങ്കിലും നമുക്കവിടെ ചിലവ് കൂടുതലും. അമൃത്സറിൽ വന്നിട്ട് റിട്ടയർമെൻ്റ് ആയെങ്കിലും ഓണറി ക്യാപ്റ്റനായിട്ടാണ് റിട്ടയർമെൻ്റ് ആയത്. അതിനുശേഷം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നടത്തുമ്പോൾ ജീവിതത്തിൽ 25 വർഷം ഞാനും സർവീസില്ല. എനിക്കും ആഗ്രഹമുണ്ടായി എൻ്റെ പേരൻസ് യൂണിറ്റായ AT ഫീൽഡ് ചേർന്ന് പോയി എല്ലാവരെയും കാണുവാനും എടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പല പ്രാവശ്യമായിട്ട് ഞാൻ 4-5 പ്രാവശ്യം സഹോദരങ്ങളാണ് വന്നിരിക്കുന്ന ഫാമിലീസുകളും അവരുടെ കുഞ്ഞുങ്ങളും ദിവസമുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കണ്ടതിൽ വളരെയേറെ സന്തോഷം.
രണ്ട് വാക്ക് സംസാരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് ഞാനാണ്. ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഞാനാണ്. സെക്രട്ടറി സുബേദാർ വിജയനായിരുന്നു. എറണാകുളത്ത് വെച്ചിട്ട് നടത്തി. ട്രഷറർ എംബ്രൂസ് ഇന്ന് വന്നില്ല. പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. തിരുവനന്തപുരത്ത് വന്നിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച ഒരാൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഴയ ആളുകളെ ശരിക്കും കായംകുളത്ത് ഒരു ബാറ്ററി സ്ട്രെങ്ത് ഉണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഭാരവാഹികളെല്ലാം പറഞ്ഞതുപോലെ യുദ്ധമുഖത്ത് നമ്മൾ ഒത്തിരി മൊബിലൈസേഷനും യുദ്ധങ്ങളും ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു വർഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അടുത്ത വർഷം നമ്മൾ ആരെല്ലാം ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. ഇന്ന് തികച്ചും നമ്മുടെ ലോകത്തെ ഒട്ടാകെ നടുക്കിയ ആ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്നും ഭാരതം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ തികച്ചും അർത്ഥവത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഏവരും പല സൗകര്യങ്ങളും അസൗകര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇവിടെ അസംബിൾ ചെയ്തിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്. അപ്പോൾ ആരും ഇവിടെ വലിയൊരുന്നോ ചെറിയൊരുന്നോ ഇല്ല. എല്ലാവർക്കും കഴിവുള്ളവരാണ്. എല്ലാവരും വളരെ മെച്ചപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് മിലിറ്ററിയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് നമുക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പദവി എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗത്തിന്റെ ഭാഗം മാത്രമാണ്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ന് നാരി ശക്തി എന്നുള്ള രീതിയിൽ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും എല്ലാം ഇന്ന് മന്ത്രിമാരുടെയും ഉയർന്ന വാർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ദേശത്തെ അഭിസംബോധന ചെയ്യുന്നത്. സുനിത വില്യംസ്, ഇന്ത്യയിൽ പിറന്ന സുനിത വില്യംസ് ഇന്ന് ബഹിരാകാശത്ത് പോയതും ആ നാരീശക്തിയുടെ ഉത്തമ ഉദാഹരണമാണ്. അനന്തപുരി സാറിന്റെ കുടുംബത്തെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ റെജിമെന്റിന്റെ ഏതൊരു പരിപാടിയിലും റെജിമെന്റിന്റെ മുദ്രാവാക്യം വിളിക്കുന്ന ആ നല്ലൊരു സൗണ്ടിന്റെ ഉടമയായ RSM റാങ്കിൽ നിന്നും റിട്ടയർഡായ RHM ഗോപകുമാർ സാർ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിലേക്കായി ഗോപകുമാർ സാറിന്റെ സഹധർമ്മിണിയും വളരെ ആദരവോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
Anglo side 0. 7,500. Number 2, 1 round, then fair. She is very. Very hungry. എന്റെ പപ്പായ്ക്ക് എന്താ പറ്റി? എന്റെ മമ്മി ബജാറിൽ പോയേക്കോ. പപ്പ ഇവിടെ കിടന്ന് ഫയർ ചെയ്യുവാ. എന്തോ ഫയറായത്. അയ്യോ, പപ്പ ഫയർ ചെയ്യുവാന്നേ. മമ്മി എങ്ങനെ പിടിക്കും? അതോ എന്റെ അമ്മ. She's very. Thank you. അങ്ങനെ മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാം കലാപരിപാടികൾക്ക് ശേഷം എല്ലാവരുമായിട്ടൊരു ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം എല്ലാവരും പതുക്കെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ പോന്നു. നമുക്ക് കൊച്ചുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ പോന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 മണി വരെയോളം പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് നമ്മൾ പതുക്കെ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ കുമരകത്തു നിന്നായിരുന്നു വന്നത്, ഞങ്ങൾ എറണാകുളത്തു നിന്ന്. അപ്പോൾ നമ്മൾ അനിയനുമായിട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വന്ന് ട്രെയിനിലൊക്കെ കയറി. 3:30-3:30 നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് 2:45 പോന്നായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഇതിനകത്തൊന്നും പോകാവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.